പോലീസ് ഉദ്യോഗസ്ഥർ യുവാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ കേസെടുത്ത മുളവുകാട് പോലീസ്. പ്രതികൾ സഞ്ചരിച്ച വാഹനത്തിന്റെ അമിത വേഗം ചോദ്യം ചെയ്തതാണ് മർദ്ദനത്തിന് കാരണമെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. പുതുവൈപ്പ് സ്വദേശികളായ നിതിൻ, ലിങ്കൺ, നെസ്റ്റൻ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. വിഷ്ണു പ്രകാശ് വിവരങ്ങളുമായിട്ട്. വിഷ്ണു, ഇത് എപ്പോഴായിരുന്നു ഈ സംഭവം? എന്താണ് പോലീസുകാർക്കെതിരായ ആരോപണം? ഇന്നലെ വൈകിട്ട് ആണ് ഈ സംഭവം ഉണ്ടാവുന്നത്. പുതുവൈപ്പ് ബീച്ചിന് സമീപത്തുള്ള റോഡിൽ സഞ്ചരിക്കുന്ന വാഹനം, അത് 3 പോലീസുകാരാണ്, ഞാറക്കൽ സ്റ്റേഷനിലെ 3 പോലീസുകാരാണ് ഈ വാഹനത്തിൽ സഞ്ചരിച്ചത് എന്നാണ് പറയുന്നത്. ഇവർ ലീവിലായിരുന്നു. ഇതേ സമയം തന്നെ ആ ഭാഗത്തുകൂടി, ആ റോഡിലൂടെ നെക്സൺ എന്നും പേരുള്ള നിതിൻ, ലിങ്കൺ എന്നും നെക്സൺ എന്നും പേരുള്ള 2 യുവാക്കൾ നടക്കുന്നുണ്ടായിരുന്നു. ഈ വാഹനം അമിത വേഗത്തിൽ ഹോൺ അടിച്ച് വരികയായിരുന്നു. ഈ സമയം ഈ യുവാക്കളിൽ ഒരാൾ അത് കൈകൊണ്ട് ഈ വാഹനം മെല്ലെ പോകാനുള്ള തരത്തിൽ അവരോട് ആവശ്യപ്പെട്ടു. ഇത് ചോദ്യം ചെയ്തുകൊണ്ടാണ് ഒരു തർക്കമുണ്ടാകുന്നത്. ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നവർ വാഹനം നിർത്തുകയും ഇവരോട് മോശമായി പെരുമാറുകയും അസഭ്യം പറയുകയും അടക്കം ഉള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയായിരുന്നു. പിന്നീട് വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങി ഇവർ കയ്യേറ്റം ചെയ്യാനുള്ള ഒരു ശ്രമവും ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ തങ്ങൾ പോലീസുകാരാണ്, ഇവരുടെ കയ്യിൽ കഞ്ചാവുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന്റെ ഭാഗമായി ഇവരുടെ പോക്കറ്റുകളും മറ്റും പരിശോധിക്കുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ മർദ്ദനത്തിനും ഇതിന് പിന്നാലെ ഈ പോക്കറ്റിൽ പരിശോധന നടത്തുമ്പോൾ ഇവരുടെ കൈവശം ഉണ്ടായിരുന്ന 90 പൗണ്ടാണ്, അതും പിന്നീട് കളഞ്ഞുപോയി എന്നുള്ളൊരു പരാതിയും ഇപ്പോൾ ഈ യുവാക്കൾ പറയുന്നുണ്ട്. ഏതായാലും മുളവുകാട് പോലീസിന്റെ പരിധിയിലാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുളവുകാട് പോലീസ് ഈ യുവാക്കളുടെ പരാതിയിൽ കേസെടുത്തിട്ടുമുണ്ട്. കൂടാതെ ഇവർ ഈ പോലീസ് ഉദ്യോഗസ്ഥരായതുകൊണ്ട് തന്നെ ഇവർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ലീവിലായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഏതായാലും പോലീസ് ഉദ്യോഗസ്ഥർ ആയതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ വകുപ്പ് തല അന്വേഷണത്തിനും ഇപ്പോൾ അതിന്റെ നടപടിക്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. മുൻപ് ഡിവൈഎസ്പിയാണ് ഇത്തരത്തിലൊരു അന്വേഷണം റിപ്പോർട്ട് സമർപ്പിക്കുക. ഏതായാലും ഈ യുവാക്കളുടെ പരാതിയിൽ പോലീസിനെതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയ ഈ ആരോപിതരായിട്ടുള്ള 3 പോലീസ് ഉദ്യോഗസ്ഥർ യുവാക്കൾക്കെതിരെയും ഒരു പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇതിൽ കേസെടുത്തിട്ടില്ല. നിലവിൽ യുവാക്കളുടെ പരാതിയിൽ മാത്രമാണ് എഫ്ഐആർ ഇട്ട് കേസ് എടുത്തിട്ടുള്ളത്. വിശദമായിട്ടുള്ള അന്വേഷണം ഇതിൽ ആവശ്യമാണ്. ഇത്തരത്തിൽ ഉണ്ടായിരുന്ന ഒരു സന്ദർഭം, അത് ഏത് സാഹചര്യത്തിലാണ് ഉണ്ടായത്, അതുപോലെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിലടക്കം ഇനിയിപ്പോൾ വിശദീകരണം വരണം, ഒരു അന്വേഷണം വരണം. അതിന്റെ ഭാഗമായി മുളവുകാട് പോലീസ് വരും ദിവസങ്ങളിൽ കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് കടക്കും. അതോടൊപ്പം തന്നെ ഈ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള വകുപ്പ് തല അന്വേഷണവും അതും നിർണായകമാണ്. ഇത്തരത്തിലെന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ഈ ആരോപണം ഇത് സത്യമാണ് എന്ന് തെളിഞ്ഞാൽ ഒരുപക്ഷെ വകുപ്പ് തല നടപടിക്കുമുള്ള സാധ്യതയുമുണ്ട്. ശരി, വിഷ്ണു പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്.